ലൈഫിൽ ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒപ്പം തന്നെ ഇത്ര തവണ എടുത്ത് മാറ്റി മാറ്റി വെച്ചിട്ടുമില്ല. 3-ാമത്തെ ദിവസമാണ് ഞാൻ ഈ വേഷവിധാനങ്ങളെ കിട്ടി ഇവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസം അല്ല, കഴിഞ്ഞ ഡ്രസ്സ് പോലും ഓർമ്മയില്ല. കഴിഞ്ഞ 2 ദിവസം വേറെ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ ഡ്രസ്സാണോ ഇനി വീഡിയോ എടുക്കാൻ പറ്റാതിരിക്കാനുള്ള റീസൺ എന്ന് വിചാരിച്ച് ഫോർ എ ചേഞ്ച് ഡ്രസ്സ് ഒന്ന് മാറ്റി വന്നിരുന്നതാണ്. വിഷ്ണുവിന് കടുത്ത ജലദോഷമായിരുന്നു. അപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഭയങ്കര റണ്ണിങ് നോസുള്ള ഭയങ്കര മൂക്കൊലിപ്പുള്ള ഒരു ടൈപ്പ് ഓഫ് വൈറസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ ഇതിന്റെ ഇടയിൽ നമ്മൾ 1-2 തവണ ട്രൈ ചെയ്തെങ്കിലും ഈ ഒരു BGM ബാക്കിൽ കൊടുത്ത പോലെ നല്ല ശബ്ദം നടക്കുന്നുണ്ട്. ജലദോഷമുള്ള ഒരാള് വീഡിയോയിൽ വന്നാൽ ആ BGM തന്നെ ഉണ്ടാവുള്ളൂ, അല്ലാതെ പിന്നെ രജനീകാന്ത് ജലദോഷത്തിന് കുറ്റം പറഞ്ഞതല്ല. പക്ഷെ അതുകൊണ്ട് നമ്മള് എന്താ പറയാ, വീഡിയോ മാറ്റി 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 വെച്ച് ഫൈനലി ഒന്നിൽ പഴച്ച 3 എന്നുള്ളത് പോലെ ഇന്ന് നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കുറച്ചധികം കാലമായിട്ട് പറയണം എന്ന് വിചാരിച്ചൊരു കാര്യം, എന്നാൽ ചില സിറ്റുവേഷൻസ് ഒക്കെ കാരണം പറയാൻ പറ്റാതിരുന്നൊരു കാര്യം ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നാക്കിൻ്റെ തുമ്പത്ത് വന്നിട്ട് സാഹചര്യം കാരണം വിഴുങ്ങേണ്ടി വരാറുണ്ട്. അപ്പോൾ എനിക്ക് മൊത്തത്തിലൊരു കണക്ട് ഫീലൊക്കെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു റിയൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സന്തോഷവും സങ്കടവും എൻ്റെ വികാരങ്ങളും ഒക്കെ എനിക്ക് അതേപോലെ വീഡിയോയിൽ കാണിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ കഴിഞ്ഞ 3 മാസത്തെ ഒരു അവസ്ഥ അതിന് പറ്റിയതായിരുന്നില്ല. മാസവും കണക്കും ഒക്കെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ കുറച്ച് വ്ളോഗായിട്ട് നിങ്ങൾ ഊഹിക്കുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ ചില ക്ലൂകളൊക്കെ ഞാനും തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെ, നമ്മൾ പ്രഗ്നന്റ് ആണ്. നമ്മൾ 14 ആഴ്ച പ്രഗ്നന്റ് ആണ്. അതായത് 3.5 മാസത്തോളം ഗർഭിണിയാണ്. ഗർഭിണി എന്നൊക്കെ ഞങ്ങൾക്ക് ഇന്നും കൂടെ ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന ഉടനെയുള്ള സന്തോഷത്തിൽ തന്നെ ഈ ഒരു വീഡിയോ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എടുത്തു തുടങ്ങിയതാണ്. അപ്പോൾ വി ആർ പ്രഗ്നൻസ്. ഒരു എന്താ തോന്നുന്നു ഈ ഒരു അവസരത്തിൽ? സന്തോഷം കഴിഞ്ഞോ? നല്ലൊരു സന്തോഷം, എക്സൈറ്റ്മെന്റ് ഒക്കെ ഉള്ള ടൈമല്ലേ നമ്മള്. അതേ സമയത്ത് ഫ്യൂച്ചർ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്താ പറയാ, ഈ ഒരു കുറെ ഇപ്പൊ ഫേസ് ചെയ്യാൻ പോകുന്ന കുറെ സിറ്റുവേഷൻസ്, നമ്മള് ആദ്യമായിട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന കുറെ സിറ്റുവേഷൻസ് ആയിരിക്കും. അപ്പൊ അതിനെ പറ്റിയൊക്കെ പഠിക്കുക, അതിനെ നന്നാക്കി ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. അപ്പോ ഞങ്ങൾ സൂൺ ടു ബി ഒരു കിടലൻ പേരൻസ് ആവാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ പൊളിക്കും അല്ലേ? വിഷ്ണുന്റെ അവസ്ഥ എനിക്കറിയില്ല, ഞാൻ എന്തായാലും പൊളിക്കും. അപ്പോൾ കുറച്ചൊരു ക്രാങ്കി ആയിരിക്കത്തേ ഉള്ളൂ. പക്ഷെ എന്നാലും ഞാൻ സിറ്റുവേഷൻസ് ഡീൽ ചെയ്യുന്നതാണ് എൻ്റെ വിചാരം. എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ആ ഒരു സന്തോഷ വാർത്ത ഇങ്ങനെ പിടിച്ചു വെച്ചിരുന്നത് പലപ്പോഴും ഇവിടെ വന്ന് വിഴുകിയ ഒരു കാര്യം ഇന്ന് വളരെയധികം സന്തോഷത്തോടു കൂടെ നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റിയതിൽ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. സോ വൺസ് അഗെയിൻ വി ആർ പ്രഗ്നന്റ്. നമ്മൾ അല്ല, ഞാൻ ആ പറഞ്ഞ കാര്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തതാണ്. വി ആർ പ്രഗ്നന്റ്. കൈ നോക്ക്. എപ്പോഴും ഇത് കഴിഞ്ഞ 3 തവണ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ കൈയിൻ്റെ അവസ്ഥ ഇതായിരുന്നു. കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പേരൻസ് ആവാൻ വേണ്ടി പോവുകയാണ്. 3.5 മാസം കഴിഞ്ഞു. ഇനി ഏകദേശം ഒരു 6 മാസത്തിന്റെ അടുത്ത് കൂടെ ആകുമ്പോക്ക് ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടായിരിക്കും. എന്നിട്ടായിരിക്കും നമ്മൾ ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നുണ്ടായിരിക്കാം അല്ലേ? അതെ. അപ്പോൾ നമ്മൾ നവംബറിലാണ് നമ്മളിത് അറിഞ്ഞത് നമ്മൾ പ്രഗ്നന്റ് ആണെന്നുള്ളത്. കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ November 14th എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. November 15th ഞാനൊരു ടെസ്റ്റ് എടുത്തു. November 15th രാത്രി നമ്മൾ അറിഞ്ഞു. November 16th നമ്മൾ ഇറ്റലിയിലോട്ട് ട്രാവൽ ചെയ്തു. ആ ഒരു ഇറ്റലി ട്രിപ്പിൽ മൊത്തം വിഷ്ണുവിനെ ഒരു വെകളി വാസുമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്നേ വരെ ഞാൻ വിഷ്ണുവിനെ കാണാത്ത രീതിയിലായിരുന്നു വിഷ്ണുവിന്റെ പെർഫോമൻസ്. അത് മറക്കുക, ഇത് മറക്കുക, നടക്കുന്ന സ്ഥലം മറക്കുക, എവിടെ പോകുന്നതെന്ന് മറക്കുക, കാർ ഓടിക്കുന്നുണ്ടെങ്കിൽ ലോസ്റ്റ് ആയി പോകുക, അങ്ങനെ ആകെ മൊത്തം ഒരു കൺഫ്യൂസ്ഡ് ഫേസിലായിരുന്നു വിഷ്ണു. അപ്പോൾ ആ വെകളത്തിനൊക്കെ ഇപ്പൊ മാറിയോ? അത് പിന്നെ അറിയുന്ന സമയത്ത് ഞാൻ പറയില്ല, അറിഞ്ഞ സമയത്ത് തന്നെ ട്രിപ്പ് പോകേണ്ടി വന്നു. കാരണം നമ്മള് ബൈഷു പറഞ്ഞ പോലെ 15th നൈറ്റിലാണ് നമ്മളിത് അറിഞ്ഞത്. അപ്പൊ ബേസിക്കലി നമ്മൾ 16th രാവിലെ 6 മണിക്കോ 7 മണിക്കോ എന്തായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. അപ്പൊ നമ്മള് അതിനുവേണ്ടി പാക്ക് ചെയ്യുമ്പോൾ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പൊ നമ്മള് അതിനുവേണ്ടി പാക്ക് ചെയ്യായിരുന്നു. അപ്പം നമ്മളെന്തായാലും പ്രഗ്നന്റ് ആവാൻ ട്രൈ ചെയ്യുന്ന ഒരു ഫേസിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് കൺസൾട്ടേഷനും അങ്ങനത്തെ PCOSനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കിത് ഏത് മൊമെന്റിലാണ് സംഭവിക്കുക എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ
15th ടെസ്റ്റ് എടുത്തു. പക്ഷെ ആ സമയത്ത് നമുക്ക് രണ്ടുപേർക്കും ഇത് ഇന്നാണ് ആ ഡേ എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ആ ട്രിപ്പിൽ ഇറ്റലി പോകുന്നതുകൊണ്ട് നമ്മൾ പോകുന്ന സ്ഥലത്ത് വെച്ച് വൈൻ ടേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മൾ ഐഷു ഇങ്ങനെ കുറച്ചു കാലം ആൽക്കഹോൾ ഒന്നും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൈൻ അല്ല ഇത് വൈനിലാണ് എന്റെ ആൽക്കഹോൾ തന്നെയല്ലേ ഉള്ളത്, അമൃതമൊന്നും. പക്ഷെ തന്റെ വർത്തമാനം കേട്ടപ്പോ ഞാനും വിചാരിച്ചൊരു മിനിറ്റ് ഞാൻ ഇന്ന് രാത്രി ഇവിടെ അല്ല വൈൻ കുടിക്കുക ഐശ്വര്യക്ക് യൂസ് ചെയ്യുന്നതാണ് വൈനൊക്കെ. അപ്പൊ പിന്നെ വൈനൊന്നും അത്ര കാലം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കുറച്ചു കാലം. അപ്പം ആ സമയത്ത് എന്നാ ശരി പോകുന്നതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്യാം, എന്നാ പിന്നെ ഇങ്ങനത്തെ ട്രിപ്പിൽ പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ വൈൻ ടേസ്റ്റിങ്ങിനൊക്കെ പോവാലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു എന്താ പറയാ എപ്പിസോഡ് തുടങ്ങിയത്. അത് തുടങ്ങി എനിക്ക് തോന്നുന്നു ഞാൻ വീട്ടിൽ താഴെ ഇരിക്കായിരുന്നു, ഐഷുവാണ് മുകളിലോട്ട് വന്ന് ചെക്ക് ചെയ്യാൻ വന്നത്. ഇഷ്ടം ഫ്ലോക്ക് വരായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് പറയാൻ കൊതിയോടെ ഞാൻ പറയണേ പ്ലീസ്. എനിക്ക് അറിയാവുന്ന ഇഷ്ടം ഇന്ററപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന്, പക്ഷെ എന്നാലും എന്റെ ആഗ്രഹം ഞാൻ പറയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഞാൻ എന്റെ കുറച്ച് ഐ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ആംസ്റ്റർഫെയിൻ പോയിരിക്കായിരുന്നു. വിഷ്ണു ഓഫീസിൽ നിന്ന് വന്നു, ഞാൻ വിഷ്ണുവിനെ പിക്ക് ചെയ്തു, നമ്മൾ വീട്ടിലെത്തി. പാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുക എന്നുള്ള ഡിസ്കഷൻസ് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം വിഷ്ണു താഴെ ഇരുന്നിട്ട് ക്രിക്കറ്റ് കാണാൻ വേണ്ടി തുടങ്ങി. ഞാൻ മുകളിൽ വന്നിട്ട് ഞാൻ ക്വിക്കായിട്ട് ഒരു ടെസ്റ്റ് എടുത്തിട്ട് വരാം, എന്നാൽ പിന്നെ നമ്മൾ ഓൾറെഡി നോക്കി വെച്ച 1-2 വൈൻ ടേസ്റ്റിംഗ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൺഫേം ചെയ്യാലോ എന്ന് വിചാരിച്ചു. ഒപ്പം രാത്രിക്ക് എന്തെങ്കിലും പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി തൈര് സാദം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുകളിൽ വന്നു, ഞാൻ ടെസ്റ്റ് എടുത്തു, ഞാൻ കിറ്റ് മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ തൈര് സാദം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഒരു റെസിപ്പി കണ്ടുപിടിച്ചു. അപ്പൊ ഞാൻ മറന്നിരിക്കുന്നു ഞാൻ ടെസ്റ്റ് എടുത്ത കാര്യമൊക്കെ. കാരണം ഇതൊരു മിക്സ് ഓഫ് ഫീലിംഗ് ആയിരുന്നു. എനിക്ക് കറക്റ്റ് ആയിട്ട് അത് എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. എനിക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ബട്ട് ദ സെയിം ടൈം ഞാൻ നെഗറ്റീവ് ആവാം ടെസ്റ്റ് ഒന്നും ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു മിക്സ് ഓഫ്, എനിക്കറിയില്ല അത് എന്ത് കൈൻഡ് ഓഫ് ഇമോഷൻ എന്നാ പറയാന്നുള്ളത്. പക്ഷെ അങ്ങനെയായിരുന്നു എൻ്റെ ആ ഒരു ഫേസ് എന്ന് പറയുന്നത്. അങ്ങനെ റെസിപ്പി കിട്ടിയ സ്ഥിതിക്ക് ഞാൻ താഴെ പോകാൻ വേണ്ടി എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ സൈഡിൽ വെച്ച കിറ്റ് ഒന്ന് നോക്കി. അതിൽ സ്വാങ്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡച്ചിൽ പ്രഗ്നന്റ് എന്നാട്ടോ അർത്ഥം. ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ ഒരു കിറ്റായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കണ്ട ഉടനെ ഇങ്ങനെ അതിനോട് കണക്റ്റഡ് ആവാൻ എനിക്ക് കുറച്ച് സമയം എടുത്തു. ഞാൻ മുകളിലൊന്ന് റിലാക്സ്ഡ് ആയി ഞാനൊന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്ത് ഞാനൊന്ന് എന്താ പറയാ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ സിറ്റുവേഷനിലോട്ട് ഇറങ്ങിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല. സോറി, ആ കിറ്റ് ഒന്ന് പ്രോസസ് ചെയ്തു. അതിനുശേഷം ഞാൻ അപ്പം തന്നെ വിഷ്ണുവിൻ്റെ അടുത്തോട്ട് പോയി കേട്ടോ. നമുക്ക് പിന്നെ ഏത് ബോധവും ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ തലയിൽ ഫീഡഡ് ആണല്ലോ. അപ്പം അതുകൊണ്ട് താഴത്തോട്ട് ഞാൻ ഈ ഒരു കിറ്റ് ഇങ്ങനെ വെച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഉണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ പോയി ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞു, വിഷ്ണു ഇതിൽ സ്വാങ്കർ എന്നാണ് കാണിക്കുന്നതെന്ന്. വിഷ്ണു പിന്നെ ഡച്ചിൽ പണ്ടേ പണ്ഡിതനാവുകൊണ്ട് വിഷ്ണു TV ഓഫ് ചെയ്യുക പോലും ചെയ്തില്ല. വെരി കോൺഫിഡൻ്റ് ആയിട്ടെന്ന് പറഞ്ഞു, സ്വാങ്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് പ്രഗ്നന്റ് എന്നല്ലേ, പേടിക്കാനൊന്നുമില്ലല്ലോ എന്ന്. ബാക്കി കണ്ടിന്യൂ. ഇല്ല, അപ്പൊ ഞാൻ ഐഷു ഇടയ്ക്ക് ഇങ്ങനത്തെ മറ്റേ ക്യാമറ പിടിച്ചുകൊണ്ടാണ് ഐഷു പ്രഗ്നൻസി കിറ്റ് തന്നെ കാണിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു പ്രാങ്ക് ചെയ്യുന്ന പോലെ അങ്ങനെ എന്തോ ചെയ്യാണോ. ഐഷു പണ്ട് എപ്പോഴും ഇങ്ങനെ 5 മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനോട് ചുമ്മാ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ളത്. അപ്പൊ എന്റെ ഫസ്റ്റ് റിയാക്ഷൻ പിന്നെ നമ്മള് വിവരക്കുറവ് കാരണം എക്സാക്ട്ലി ആ വാക്കെന്താന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഗർഭമായിട്ട് ഇതിനൊപ്പം ബന്ധമില്ലാത്തത് കൊണ്ടും എനിക്ക് ഇതിനെ പറ്റി ഭയങ്കരമായ ജ്ഞാനം ഉണ്ടായിരുന്നില്ല. അപ്പം ഐഷുവിനോട് ഞാൻ ഫസ്റ്റ് പറഞ്ഞു, ഐഷു പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞു ഇതല്ലല്ലോ, ഇത് പ്രഗ്നന്റ് അല്ല എന്നല്ല എന്റെ അർത്ഥം. അപ്പൊ ഐഷു പറഞ്ഞു അല്ല, നീറ്റില്ല എന്റെ അകത്ത്, നോട്ടെന്നാണ്. അപ്പൊ ഇത് ആണെന്നാണ് കാണിക്കുന്നത്. അപ്പം ഞാന് അപ്പൊ തന്നെ ഫോൺ എടുത്തിട്ട് എനിക്ക് ആ വീഡിയോന്റെ അകത്തുണ്ട്, ഞാൻ അപ്പൊ തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. എന്നോട് എന്തെങ്കിലും പറയുന്നതിന്റെ മുന്നേ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി ഞാനത്, കാരണം അതിനല്ലേ അതെന്റെ അർത്ഥം എന്നുള്ളത്. പക്ഷെ അറിഞ്ഞ മൊമെന്റിൽ എനിക്ക് തോന്നുന്നു ഞാനായിരുന്നു കുറച്ചുകൂടെ കൂളായിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ വാവ് അടിപൊളിയാണല്ലോ. ഐഷുവിന് പക്ഷെ ഒരു എന്താ പറയാ 1-2 കിളി പോയ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അയ്യോ ഇതങ്ങനെ ഫൈനലി സംഭവിച്ചോ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു അവസ്ഥയിലായിരുന്നു. ആ അവസ്ഥ ശരിക്കും എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാന്ന് എനിക്കറിയില്ല. അവസ്ഥ എന്നൊക്കെ ഒരു ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു കേട്ടോ ആ ഒരു സിറ്റുവേഷൻ. പക്ഷെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാന്നൊന്നും എനിക്കറിയില്ല. എന്റെ കിളി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സന്തോഷം കാരണം കിളി പോയതാണ്. പക്ഷെ എങ്ങനെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് എന്റെ ലൈഫിൽ മുന്നേ അങ്ങനത്തെ ഒരു ഇമോഷനിൽ കൂടെ ഞാൻ പോയിട്ടില്ല. ഞാൻ ഇങ്ങനെ റിയാലിറ്റിനോട് കണക്റ്റഡ് ആവുക, ഡിസ്കണക്റ്റഡ് ആവുക, അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യില്ല. എന്റെ ചെവിയൊക്കെ ചുവന്ന ഓർമ്മയുണ്ടോ? അങ്ങനെ ഇപ്പോഴും എന്റെ ചെവി ചുവന്നിട്ടുണ്ട്.
അപ്പോ എനിക്ക് കുറച്ചിങ്ങനെ എന്താ പറയാ ഓവർ എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ എനിക്ക് ചെവി ഭയങ്കര ചൂടെടുത്ത് ചുമക്കും. അപ്പോൾ ആകമൊത്തം ഞാൻ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നെ ഇന്നേ വരെ ഞാൻ പോലും കാണാത്ത ഒരു കിളി പോയ അവസ്ഥയിലാണ് ഞാൻ നടക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ ഒരു ഹാഫ് ആൻ അവറിൽ കിളി തിരിച്ചു വന്നു. അതാ ഒരു മൊമെന്റിൽ ഭയങ്കര സന്തോഷം വന്നിട്ട് നമുക്ക് എന്താണ് ഈ മൊമെന്റിൽ ചെയ്യുക. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഒന്നെന്ന് പറഞ്ഞാല് ഇതൊരു 10-10:30 നമ്മൾ തന്നെ അറിയുന്നത്. അപ്പൊ നാട്ടിലേക്ക് വിളിക്കാനുള്ളൊരു എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പം പെട്ടെന്ന് അവര് രാത്രിയൊക്കെ വിളിച്ച് എല്ലാവരും ഒന്ന് പേടിക്കില്ലേ എന്നുള്ളൊരു ഇതിൽ നമ്മൾ രാത്രി അപ്പൊ തന്നെ വിളിച്ച് പറയണ്ട. അത് മാത്രല്ല ആദ്യമായിട്ട് പറയുമ്പോ എനിക്ക് അവര് കുറച്ച് നല്ല പ്ലസന്റ് മൂഡിലിരിക്കുന്ന സമയത്ത് ഉറക്കത്തിനിടെ വിളിച്ച അമ്മ ഞാൻ പ്രഗ്നന്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ നാളെ രാവിലെ വിളിക്കാൻ അങ്ങനെ നാളെ രാവിലെ വിളിക്കാന്ന് പറയില്ല. അല്ല ഞാൻ പറയാ അങ്ങനെ ഒരു പ്ലസന്റ് മൂഡിൽ പറയണം. ഐഷു സത്യം പറഞ്ഞ വീട്ടിലേക്ക് വിളിക്കാൻ പോയി. അപ്പൊ ഞാനാ പറഞ്ഞത് ഇപ്പൊ രാത്രി പെട്ടെന്ന് അവരെ വിളിച്ച് പറയണ്ട, നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ഓക്കെ നാളെ ഇപ്പൊ ട്രിപ്പ് പോകാനുള്ളൂ. അപ്പൊ എന്താ ഇനി ട്രിപ്പിന് ഇത് ഇങ്ങനത്തെ ഒരു കാര്യം വലിയ പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ നമ്മൾ ആലോചിച്ചു. എന്നിട്ട് നമ്മൾ അതിനെ പറ്റി ഒന്ന് ഗൂഗിൾ ചെയ്യലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം ഞാൻ ഈ ലൈറ്റ് ഒന്ന് കൂട്ടട്ടെ കേട്ടോ, ഭയങ്കര ഡാർക്ക് ആവും. അപ്പം എന്താ പറയാ നമ്മള് അതിനെപ്പറ്റി ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി. അപ്പൊ അധികം സ്ഥലത്തും കണ്ടത് നമ്മള് കുഴപ്പമില്ല, ട്രാവൽ ചെയ്യാം, നമ്മള് 1-2 ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി എന്നായിരുന്നു. അപ്പൊ നമ്മള് ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ് ഡോക്ടർക്ക് ഒരു മെയിൽ അയച്ചു. ഡോക്ടർക്ക് ഒരു മെയിൽ അയച്ചു, ഇങ്ങനെ ആയി പ്രഗ്നന്റ് ആയി, അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചൊരു മെയിൽ അയച്ചു. അല്ല പ്രദുവിന്റെ അടുത്തും ഗീതിന്റെ അടുത്തും വിളിച്ച് പറയണമെന്ന് ആലോചിച്ചു. പിന്നെ നമ്മൾ ആലോചിച്ചു അവരുടെ അടുത്ത് പറഞ്ഞാല് ഇനി സമയം ഇല്ല, കാരണം നമ്മൾ അവസാനം പോകാൻ തീരുമാനിച്ചു. അപ്പൊ തന്നെ രാത്രി 12-12:30 ആയിട്ടുണ്ട്. നമ്മുടെ പാക്കിംഗ് കഴിഞ്ഞിട്ടില്ല, നാളെ രാവിലെ നേരത്തെ പോകാനുള്ളതാണ്. പിന്നെ നമ്മൾ തീരുമാനിച്ചു ഓക്കെ എന്തായാലും നമ്മൾ പോവാം, പിന്നെ വന്നിട്ട് ബാക്കി എല്ലാവരോടും പറയാം. അപ്പൊ ഡോക്ടർ എന്താ പറയാ ഈ കൺസൾട്ട് എന്ന് പറഞ്ഞാൽ അയക്കുന്നതായിരുന്നു. അപ്പൊ നമ്മൾ ഡോക്ടർക്ക് മെയിൽ അയച്ച് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഡോക്ടറിന് ഒരു റെസ്പോൺസ് കിട്ടിയിട്ടാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് രാത്രി ആയതുകൊണ്ട് നമുക്ക് മുഴുവൻ നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ സ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാം, നമ്മൾ എയർപോർട്ടിലൊക്കെ എത്തുന്ന സമയമാകുമ്പോൾ ഡോക്ടർ റെസ്പോണ്ട് ചെയ്യായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് പ്രൊസീഡ് ചെയ്യാന്നാ വിചാരിച്ചത്. അപ്പൊ അങ്ങനെ അപ്പം അതെല്ലാം കഴിഞ്ഞ് പാക്ക് ചെയ്ത് നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടറുടെ എന്തോ മെസ്സേജ് വന്നു നമുക്ക്, കുഴപ്പമില്ല നിങ്ങൾ ട്രാവൽ ചെയ്തോളൂ, ഇറ്റ്സ് ഓക്കെ ആണ്, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഫുഡ് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി, പിന്നെ ഭയങ്കര അഡ്വഞ്ചറൈസുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, നോർമൽ കാര്യങ്ങളൊന്നും ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അങ്ങനത്തെ കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള കുറെ ഡോൺസ് ആണ് പറഞ്ഞത്. അല്ലാതെ വേറെ നമുക്ക് ഈ ട്രിപ്പ് നിന്ന് പോകുന്ന രീതിയിലൊരു കാര്യവും പറഞ്ഞില്ല. അങ്ങനെ ഫൈനലി നമ്മൾ തീരുമാനിച്ചു പോവാന്ന്. അപ്പം ഈ ഒരു തിരക്കിന്റെ ഇടയിലാ തോന്നുന്നു എനിക്ക് അന്ന് പാസ്പോർട്ട് മിസ്സായി. ഞാൻ കാറിൽ നിന്ന് മറ്റേ ഊബറിൽ കയറിയിട്ട് പാസ്പോർട്ട് എടുക്കാൻ മറന്നു. അതിനുശേഷം എനിക്ക് ഫ്ലൈറ്റിൽ വെച്ച് എന്റെ കോഫിയൊക്കെ തട്ടി മറിഞ്ഞ് എന്റെ മേത്ത് വീണു. അങ്ങനെ കുറെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായി. ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴും പേടിയായിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം പേരൻസ് ആവുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുമല്ലോ. പൊതുവേ വിഷ്ണു കുറച്ച് ടെൻഷൻ ഉള്ള ഒരാളാണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ. എന്റെ ആൻസൈറ്റി വേറെ പല കാര്യങ്ങളിലുമാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാറ്. അപ്പോൾ വിഷ്ണു അന്ന് ആകെ മൊത്തം ഞാൻ അത് കഴിക്കാൻ പാടും, ഞാൻ ഇത് കഴിക്കാൻ പാടും, ഞാൻ കോഫി കുടിക്കാൻ പാടും, ഞാൻ ബ്രെഡ് കഴിക്കാൻ പാടും, ഞാൻ ക്രോസാൻസ് കഴിക്കാൻ പാടും, അങ്ങനെ ഒരു ടെൻഷൻ ഫേസ് കൂടെ ആയിരുന്നു വിഷ്ണു പോകുന്നുണ്ടായിരുന്നു. ടെൻഷൻ അല്ല, നമ്മള് മാക്സിമം കറക്റ്റ് ഒക്കെ ചെയ്യാം എന്നുള്ളത്. പിന്നെ നമ്മൾ ഈ ട്രിപ്പിന് ഒരു 5-6 ദിവസം മുമ്പ് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അപ്ലൈ വായിച്ച് ഇതിനൊക്കെ പറ്റി മനസ്സിലാക്കിയിട്ട് പോയാൽ ഇത് തലേ ദിവസം രാത്രി അറിഞ്ഞ അടുത്ത ദിവസം രാവിലെ പോകുമ്പോൾ നമുക്കും ഫുള്ളായിട്ട് അറിയില്ല. ചിലതൊക്കെ നമ്മൾ ഓൺ ദ സ്പോട്ടാണ് നമുക്ക് നമ്മൾ ചിന്തിക്കുന്നു ഓക്കെ ഇപ്പൊ എന്താ ചെയ്യാന്നുള്ളത്. അല്ലാതെ നമുക്ക് നേരത്തെ മുൻകൂട്ടി ചിന്തിക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ ഇറ്റലിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്കൊക്കെയാണ് എത്തിയത്. ഒരു 12 മണി 1 മണിക്കൊക്കെ എത്തിയത്. പിന്നെ എയർപോർട്ടിൽ ഡ്രൈവ് ചെയ്ത് സിറ്റി എത്തി 2 മണിയായി. അപ്പോഴേക്കും ഐഷു ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ നമ്മളാണെങ്കിൽ അവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഭയങ്കര ഫുള്ളാണ്. പിന്നെ പോകുന്ന റെസ്റ്റോറൻറ്റ്സിൽ പിസയാണ് കിട്ടുന്നത്. അപ്പൊ പിസേന്റെ അകത്ത് മീറ്റ് ഒക്കെ ഫുള്ളി കുക്ഡ് അല്ല. അപ്പൊ നമ്മള് ഫുള്ളി കുക്ഡ് അല്ലാത്ത ക്വസ്റ്റ്യൻ. പിന്നെ അവരോട് ചോദിക്കുമ്പോൾ ചിലവർ പറയുന്നുണ്ട് ഇതിൽ ഈ ടൈപ്പ് ഓഫ് പിസയിൽ ഇത് ഫുള്ളി കുക്ഡ് ആയിരിക്കില്ല, അങ്ങനെയും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ആ സമയത്ത്. എനിക്ക് തോന്നുന്നു വിഷ്ണു കഴിഞ്ഞാൽ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ആ പിസേറിയയിൽ വർക്ക് ചെയ്ത ചേട്ടൻ്റെ അടുത്തായിരുന്നു. അത് ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഐ എം പ്രഗ്നന്റ്, ഇത് എല്ലാം കുക്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണോ വരുന്നത് എന്നുള്ളത്. കാരണം കുക്ഡ് അല്ലാത്ത മീറ്റ് കഴിക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതിലൊരു കൈൻഡ് ഓഫ് ബാക്ടീരിയ ഉണ്ട്, അത് ഫീറ്റസിന് അത്ര ഗുഡ് അല്ല എന്നുള്ളത്. അപ്പോൾ രണ്ടാമത് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞ ചേട്ടന്റെ മുഖം ഞാൻ മറക്കില്ല, ഹൃദയത്തിലുണ്ട് പുള്ളി. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ ഇറ്റലിയിൽ എത്തിയിട്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഐശ്വര്യ അച്ഛനും പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് രാവിലെ അച്ഛൻ പുറത്തും അമ്മ വീട്ടിലായിരുന്നു. അപ്പൊ അവരോട് ഒരുമിച്ച് പറയണം. അപ്പൊ നമുക്ക് അവരോട് ഒരുമിച്ച് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ എന്റെ അച്ഛനും അമ്മയും വിളിച്ചപ്പോഴും അവര് ഒരുമിച്ചുണ്ടായിരുന്നില്ല.
അപ്പൊ നമുക്ക് അവരോട് ഒരുമിച്ച് പറയണം, രണ്ടുപേരും വേറെ വേറെ വിളിച്ച് പറയണ്ടെന്ന് തോന്നി. പിന്നെ നമ്മളത് നമ്മുടെ അവിടെ പോയി സ്റ്റേ ഒക്കെ എടുത്തിട്ട് സ്റ്റേയിൽ ഇരുന്നിട്ടാണ് പാരന്റ്സിനെയൊക്കെ നമ്മൾ വിളിച്ചത്. പാരന്റ്സ് രോഹിത്, എന്റെ അനീതി, വിധുവിനെയും എല്ലാവരും നമ്മൾ വിളിച്ചു പറഞ്ഞത്. അപ്പൊ അതും നല്ലൊരു അടിപൊളി മൊമെന്റ് ആയിരുന്നു നമുക്ക് എല്ലാവരോടും. അപ്പൊ ഫാമിലിയിലോടൊക്കെയാണ് നമ്മൾ അന്ന് അപ്പ പറഞ്ഞത്. അതായത് രണ്ട് പേരന്റ്സിന്റെ അടുത്തും നമ്മുടെ രണ്ടുപേരുടെയും ഡയറക്ട് സിബ്ലിംഗ്സിന്റെ അടുത്തും നമ്മൾ അന്ന് അപ്പ പറഞ്ഞത്. അത് പറഞ്ഞു. പിന്നെ പക്ഷെ നമുക്ക് ആ ട്രിപ്പ് ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെയാണ് പോയത്. നമുക്ക് കാര്യങ്ങൾ നമ്മൾ അതുകൊണ്ട് ആ ട്രിപ്പ് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഹെക്ടിക് ആക്കിയില്ല. നമ്മൾ ഇതിൽ കുറച്ചും കൂടെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. വിഷ്ണു ഒരു ഓവർവ്യൂ ആണ് പറയുന്നത്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഞാൻ എല്ലാവരുടെയും റിയാക്ഷൻസ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. നെക്സ്റ്റിൽ ഞാൻ ഗോ ത്രൂ ചെയ്ത ഇമോഷൻസും എക്സ്പ്രഷൻസും എന്താന്നുള്ളത് കുറച്ചും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാട്ടോ. എനിക്കതൊക്കെ പറയണം. അപ്പം ബേസിക്കലി പിന്നെ ആ ട്രിപ്പിൽ നമ്മൾ കാര്യങ്ങൾ കുറച്ച് സ്ലോ ആക്കി എടുത്തു. കാരണം നമ്മൾ ഭയങ്കര ഒരു ദിവസം 10 സ്ഥലം കാണുക അങ്ങനത്തെ ടഫ് പ്ലാൻസ് ഒന്നും നമ്മൾ ചെയ്തില്ല. നമ്മൾ രാവിലെ കുറച്ച് സമാധാനമായിട്ട് എഴുന്നേക്കുക, പോകാൻ പറ്റുന്ന 1-2 സ്ഥലത്ത് പോവുക, അധികം ലേറ്റ് ആവാതെ തന്നെ റൂമിൽ തിരിച്ചെത്തുക. അപ്പൊ ആ രീതിയിൽ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഒരാഴ്ച ശരിക്കും അടിപൊളി ടൈം തന്നെയായിരുന്നു. കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഇതിനാണോ നിങ്ങൾ ഇറ്റലി പോയത്? കാരണം നമ്മൾ അധികം എന്താ പറയാ ഭയങ്കരമായ എക്സോട്ടിക് സ്ഥലങ്ങളിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. മറ്റേ ടവർ ഓഫ് പീസയുടെ മുകളിൽ നമ്മള് കേറാത്തത് എന്താ, അതൊരു ഭയങ്കര നഷ്ടമായല്ലോ. നിങ്ങൾ അതുവരെ പോയിട്ട് ചെയ്തില്ലല്ലോ. സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ പോയാൽ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മള്. പക്ഷെ ഞാൻ സ്റ്റിൽ കയറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വിഷ്ണു 250 സ്റ്റെപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ബോഡി ടയേർഡ് ആവുന്ന രീതിയിൽ ആക്ടിവിറ്റീസ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തത്. അപ്പം ഒരു സമാധാനമുള്ള ട്രിപ്പായിരുന്നു. നമ്മള് മാക്സിമം അവിടേക്ക് പോവാം, ഭക്ഷണമൊക്കെ കഴിച്ച്. പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നി അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള കാര്യം. കാരണം നമ്മള് ഇറ്റലിയിൽ പിന്നെ വരാമല്ലോ. ഇറ്റലി അവിടുന്ന് വണ്ടി പിടിച്ച് അങ്ങോട്ടും പോകുന്നില്ലല്ലോ. അപ്പൊ തൽക്കാലം ഈ ട്രിപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് നമ്മൾ ചെയ്തു. എന്നിട്ട് നമ്മള് ഇറ്റലിയിൽ ഇന്ത്യൻ ഫുഡ് ക്രേവ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ അതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇറ്റലിയിൽ പോയ സമയത്ത് നമുക്ക് പിസയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കഴിക്കാൻ കുറച്ചൊരു വാവ് ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഐശുവിന് എസ്പെഷ്യലി വേറെ പുളിയുള്ളത് കഴിക്കണം, എരിവുള്ളത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ നമുക്ക് അങ്ങനത്തെ ഫുഡ് പെട്ടെന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മള് ടെസ്കനി എവിടെ വന്നപ്പോഴാണ് നമ്മള് ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചു പോയി. പക്ഷെ അവിടുത്തെ എന്താ പറയാ തലവര എന്ന് പറഞ്ഞ പോലെ അവിടുത്തെ ഫുഡും തീരെ നന്നായിരുന്നില്ല. അപ്പം അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഒരാഴ്ച അവിടുത്തെ എല്ലാം കഴിഞ്ഞ് പിന്നെ അവസാനം സത്യം പറഞ്ഞ ഒരു പാകിസ്ഥാനി ചേട്ടൻ നടത്തുന്ന ഒരു കടയിൽ പോയിട്ടോ. കിട്ടില്ല. എനിക്ക് ആ പ്രഗ്നൻസി ടൈമിൽ ഇനീഷ്യൽ കുറച്ചു കാലം ഇഷ്ടമല്ലാത്ത ഭക്ഷണം കഴിച്ച് പിന്നെ ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കഴിച്ചാൽ ഒരു ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ച ഓർമ്മയുണ്ടോ? അത് ചെറിയ കടയായിരുന്നു. പക്ഷെ നമുക്കത് നല്ലൊരു ഫുഡായിരുന്നു അത് അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഫ്ലോറൻസ് എന്നായിരുന്നു എനിക്ക് തോന്നുന്നു അല്ലെ. ഫ്ലോറൻസിന്ന് പിന്നെ നമ്മള് അവിടുന്ന് തിരിച്ച് കയറി. ഒരാഴ്ച നമ്മുടെ മൊത്തം ട്രിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്ലോറൻസിന്ന് നമ്മള് തിരിച്ച് ആംസ്റ്റർഡാം വന്നു. വരുമ്പം നമ്മള് പ്രദുവാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നത് എയർപോർട്ടില്. അപ്പം നമ്മൾ എയർപോർട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മളിങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അവരോട് വീട്ടിലെത്തിയിട്ട് പറയാമെന്ന്. അങ്ങനെ വീട്ടിലെത്തിപ്പിക്കും. അന്ന് അവര് വിളിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയായിരുന്നു ഐശുവിന് ഫുഡ് തീരെ പറ്റിയിട്ടില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ നമ്മളിങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം, കാരണം ഒരാഴ്ചയായിട്ട് പിസയും പാസ്തയാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഗീതുവിന്റെ അടുത്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞായിരുന്നു എനിക്ക് എന്തേലും കഴിക്കാൻ തോന്നുന്നു ഗീതു, ചോറും മോരുകറി അങ്ങനത്തെ എന്തെങ്കിലും കുറച്ച് ഉണ്ടാക്കി വെക്കും. പക്ഷെ ഗീതുവിന് അറിയുന്നില്ല ഞാൻ പ്രഗ്നന്റ് ആണെന്ന് കേട്ടോ. പക്ഷെ അന്ന് എനിക്കിപ്പോൾ പറയുമ്പോഴും എനിക്ക് ഭയങ്കര ഇമോഷണൽ ആകുന്നൊരു മൊമെന്റാണ്. ഒരു സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. എനിക്കിഷ്ടമുള്ള മീനൊക്കെ വെച്ചിട്ടുള്ള ഗീത ഇങ്ങനെ മനസ്സ് ദൂരത്തുനിന്ന് വായിച്ചു എന്ന് അറിയില്ലേ, അങ്ങനത്തെ ഒരു. നമ്മള് തലേദിവസം അവരോട് വിളിച്ച് പറഞ്ഞിട്ടായിരുന്നു ഓവറായിട്ട് കുക്ക് ചെയ്യണ്ട, ലൈക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ. പക്ഷെ ഗീതു മീൻ വാങ്ങിച്ചോണ്ടരലും മീൻ വറക്കലും മീൻ കറിയും ചോറും ഉപ്പേരിയും. അപ്പം ഐശു എന്തൊക്കെയാ കഴിക്കണം എന്ന് തോന്നി അതിന്റെ വലിയൊരു കിട്ടൽ അന്ന് തന്നെ അവിടുന്ന് കിട്ടി. ആ സമയത്താണ് അവരോട് പറഞ്ഞത്. അതിന്റെ വീഡിയോ ഉണ്ട് ഐശുവിന്റെ അടുത്ത്. അപ്പം അത് അവര് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഭയങ്കര സമയം കുറച്ച് അധികം നോക്കി നോക്കുക. എനിക്ക് അച്ഛൻ ഞാൻ ഈ സമയം ഇപ്പൊ കുറച്ച് ഇത് ശരിക്കുള്ള ഞാനല്ല കേട്ടോ. ഈ ഒരു ഇപ്പായിട്ട് ഞാൻ എന്റെ ഇമോഷണൽ സൈഡ് വേറൊരു പീക്കിലാണ്. ഒറ്റ കാര്യത്തിലുള്ള ഭക്ഷണം തന്നു കഴിഞ്ഞാൽ മാത്രം എനിക്ക് കരച്ചിൽ വരും. ഭക്ഷണത്തിന്റെ കാര്യം വന്നാൽ എനിക്കറിയില്ല എവിടുന്നാന്നുള്ളത്. ഭക്ഷണം ഇസ് ബീങ് എ വെരി ഇമോഷണൽ പോയിന്റ് മീന. അതൊരു ഭയങ്കര മൊമെന്റ് ആയിരുന്നു. കാരണം അവരോട് പറയലും അവരുടെയും ഇമോഷൻസ് കാണുക എന്ന് പറയുന്നത് നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര എന്താ പറയാ ഒരു വാവ് മൊമെന്റ് ആയിരുന്നു അത്. അതിനുശേഷം നമ്മുടെ ഇവിടെ ബാക്കി ഫ്രണ്ട്സിന്റെ അടുത്ത് ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ആകെ ഈ ഒരു പ്രഗ്നൻസി കിറ്റിലാണ് നമ്മൾ പ്രഗ്നന്റ് ആന്നുള്ളത് കണ്ടിട്ടുള്ളൂ.
ഡോക്ടറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെങ്കിലും സാധാരണ രീതിയിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കും, എന്നിട്ട് അതിൽ പോസിറ്റീവ് ആണോ എന്നുള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യും. ആ ബ്ലഡ് ടെസ്റ്റ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ നിന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞല്ലോ ഓൾറെഡി, പീരിയഡ്സ് ഡേറ്റ്, അപ്പോൾ അതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റിന്റെ ആവശ്യമില്ല, നമുക്കൊരു 2-3 വീക്സും കൂടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് സ്കാനിങ് തന്നെ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ആകെ ഒരു കിറ്റുള്ളത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പറഞ്ഞാൽ പിന്നെ എല്ലാവരുടെ അടുത്തും നമ്മൾ പറയേണ്ടി വരുമല്ലോ, നമ്മൾ ഇനിയിപ്പോൾ ഇൻ കേസ് നമ്മൾ കൺസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൺസീവ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയും എൻ്റെ സ്വഭാവം വെച്ചിട്ട് എനിക്ക് വിചാരിച്ച അത്ര ലിമിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒരു മൊമെന്റിൽ അമ്മു ചേച്ചിയുടെ അടുത്തും ദീപ ചേച്ചിയുടെ അടുത്തും അച്ചേച്ചിയുടെ അടുത്തും ഞാൻ പ്ലാൻ ചെയ്യാതെ പൊട്ടിപ്പോയി. അപ്പോൾ അവരുടെ ഇമോഷനും ഭയങ്കര പ്രൈസ്ലെസ് ആയിരുന്നു. അതിന്റെ വീഡിയോ എന്തെങ്കിലും ഇല്ല, കാരണം ഒട്ടും പ്ലാൻ ചെയ്യാതെ പറഞ്ഞത് കാരണം. അത് നമ്മൾ പെട്ടെന്ന് പറഞ്ഞായിരുന്നു, കാരണം അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് ഡോക്ടറിനെ കണ്ടിട്ട് ഒന്നുകൂടെ കൺഫർമേഷൻ ആയിട്ട് ബാക്കി എല്ലാവരുടെ അടുത്തും പറയാമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് അവിടുത്തെ എല്ലാവരും ഉള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരോടും പറഞ്ഞു. അപ്പൊ അതും ഭയങ്കര ഒരു പേഴ്സണലി ഭയങ്കര ഒരു അടിപൊളി മൊമെന്റ് ആയിരുന്നു. അമ്മു ചേച്ചി കരഞ്ഞു, അച്ചേച്ചി കരഞ്ഞു, കെട്ടിപ്പിടുത്തം, സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് 2 ഡേയ്സിനുള്ളിൽ നമ്മള്, അതായത് അന്ന് റോസിനി അൻഷിഫിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, അവർ വന്നിട്ടുണ്ടായില്ല. അവരുടെ അടുത്ത് പറഞ്ഞു. അതും ഒരു ഭയങ്കര കിഡ്ലൻ മൊമെന്റ് ആയിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ ആയിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. സോ ഫാർ എവറിത്തിങ് ഈസ് ഗോയിങ് ഗുഡ്. ഇപ്പൊ നമ്മൾ കുറച്ചും കൂടെ ഈ ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഈ സിറ്റുവേഷനെ എന്താ പറയാ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഡേ 1 തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമ്മൾ ഇതിനോട് യൂസ്ഡ് ആയിട്ടുണ്ട്, എങ്ങനെ ആണ് ഈ ഒരു രീതികൾ ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റിയിട്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമ്മൾ 2 അല്ല നമ്മൾ 3 ആണ് എന്നുള്ള ഒരു പോയിന്റിലോട്ട് എത്തിയത് പോലെ എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ എപ്പോഴും ഒരു ബാക്ക് ഓഫ് ദ മൈൻഡ് ഒരു തോട്ട് പ്രഗ്നന്റ് ആണ് എന്നുള്ളത് ഇപ്പൊ ഏതൊരു കാര്യത്തിനും. അതൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും അത്. ഇപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ ആദ്യമായിട്ടാണ് അത് ഗോ ത്രൂ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഇടയിൽ ഐശ്വര്യന്റെ കുറെ എന്താ പറയാ ഹെൽത്ത് ഇഷ്യൂസ് എന്നല്ല പറയാ, ഇപ്പം ഭയങ്കരമായ വൊമിറ്റിംഗും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു 2-3 ഉണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ അമ്മു ചേച്ചിനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ടച്ച് വുഡ് ദൈവത്തിന്റെ ഒരു എന്താ പറയുക, എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഹെറിഡിറ്ററി ആണല്ലോ കുറച്ചും കൂടെ ഒക്കെ. അപ്പോൾ എൻ്റെ മെറ്റേണൽ സൈഡിലൊന്നും അത്ര അധികം പ്രഗ്നന്റ് ആകുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരു 3 ആഴ്ച എനിക്ക് തോന്നുന്നു എൻ്റെ കുടുംബത്തിൽ തന്നെ ആദ്യം ഛർദ്ദിച്ചാൽ ചിലപ്പോൾ ഞാനായിരിക്കും. അമ്മയ്ക്കൊന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 3 വീക്സ് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ ഒരു ദിവസം 10-12 തവണയൊക്കെ, അതൊന്നും മാക്സിമം ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം അതിലും കൂടുതലുള്ള ആൾക്കാരുണ്ടായിരിക്കും. ആ ഒരു കാര്യത്തിൽ കുറച്ച് ലക്ക് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് 7ഉം 8ലും ഒക്കെ വെച്ച് നിർത്താൻ പറ്റി. ഇപ്പം ഇങ്ങനെ എന്താ പറയാ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഛർദി വരുമ്പം അത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ദിവസം ഭയങ്കര ടയർഡായിട്ട് ഇരിക്കുക. ഐഷു തന്നെ ഹാൻഡിൽ ചെയ്തു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ടയർഡാണ്, പക്ഷെ സ്റ്റിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പം ആ സമയം നമുക്കൊരു എന്താ പറയുക ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സാധാരണ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ട്, കാരണം നമ്മൾ എപ്പോഴും ഓക്കെ ആണ്. പക്ഷെ ഇത് നമ്മൾ ഓക്കെ അല്ലാഞ്ഞിട്ടും ചില സമയത്ത് നമുക്ക് വീഡിയോ എടുക്കേണ്ടി വരിക, അങ്ങനത്തെ സിറ്റുവേഷൻസും ഉണ്ടായിരുന്നു. പക്ഷെ അതിന് എനിക്ക് ഇത്രയും ഇത് പറഞ്ഞതുകൊണ്ട് എനിക്കൊരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ. എനിക്കിപ്പോൾ അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് അമ്മു ചേച്ചി, ദീപ ചേച്ചി, അച്ചു ചേച്ചി, ഇവർ 3 പേരും എൻ്റെ ഇടം വല നിന്നിട്ട് പ്രഗ്നൻസി ഒരു ബ്യൂട്ടിഫുൾ ഫേസ് ആണ്, കിടിലമാണ്, അത് ഇത് മറ്റേതെന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തു. ഞാൻ ഓരോ തവണ ഛർദ്ദിക്കുമ്പോൾ ദീപ ചേച്ചി വാവ് മുത്തേ യു ആർ വൊമിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഫേസ് ഭയങ്കര പോസിറ്റീവ്ലി കാണാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങനെ കാണണമെന്നില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഒരു പ്രഗ്നന്റ് ആണ് എന്നറിഞ്ഞപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഇതാണ് നമ്മുടെ ഈ ഒരു 3 months ജേർണിന്റെ ഒരു ഷോർട്ട് സമ്മറിയാണ് നമ്മൾ രണ്ടുപേരും ഇപ്പൊ ഇവിടെ പറഞ്ഞത്. അപ്പം ഇത് ഷോർട്ടാണ്, ഇതിന്റെ ഒക്കെ ലോങ് വേർഷൻ വളരെ ഷോർട്ട് സമ്മറിയാണ് പറഞ്ഞത്. കാരണം ഇതിന്റെ ലോങ് കൂടുതൽ ഐശ്വര്യക്കും പറയാൻ പറ്റുക. അപ്പൊ എനിക്ക് പ്രോബബ്ലി അത് കൂടുതൽ കൺവേ ചെയ്യാനും പറ്റും. ഞാൻ ഇതിപ്പോ കൂടുതൽ ഞാനാണ് സംസാരിച്ചത് തോന്നുന്നു. കൂടുതൽ എന്റെ പെർസ്പെക്റ്റീവ് ഞാൻ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്തത് ഐശ്വര്യം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ കൂടുതലും ബാക്കിയുള്ള അടുത്ത് നമ്മൾ എങ്ങനെയാണ് അതൊക്കെ സംസാരിച്ചത്, അവരുടെ ഇമോഷൻസ് ആണ്, ഞങ്ങൾക്ക് എന്തൊക്കെ ഫീലിങ്സ് ആണ് ഞങ്ങൾക്ക് ഉണ്ടായത്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളിവിടെ കൂടുതൽ പറഞ്ഞു തോന്നുന്നു. ഒരു കാര്യം കൂടെ എനിക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട്. ബട്ട് പറഞ്ഞോളൂ ശേഷം. അല്ല ബട്ട് അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയാം, അപ്പം
ബേസിക്കലി ഒരു അടിപൊളി ടൈമായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര പുതിയ ഫീലിങ്സും പുതിയ ഇമോഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. മെന്റലി ഫിസിക്കലി ഞാൻ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇത് കൂടെയാണ് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ജേണിയാണ്. ആ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ജേണിയിൽ എന്തിനാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാതെ എക്സൈറ്റഡ് ആയിട്ട് വിഷ്ണു ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പോൾ വിഷ്ണു ഇസ് സൂൺ ഗോയിങ് ടു ബി എ ഫാദർ, ഞാൻ സൂൺ ഗോയിങ് ടു ബി എ മദർ. ഇതന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല ഡിക്റ്റേഷൻ എഴുതുന്നത് പോലെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാനുണ്ടോ? ഇനി അടുത്ത തുടർന്നുള്ള എൻ്റെ വീഡിയോസിൽ വിഷ്ണുവിന്റെ എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് വിഷ്ണു വരുന്നതാണോ? ഇല്ല, ഇതിപ്പം എന്താ പറയാ, ഇതിപ്പോ നമ്മള് കമ്പൈൻഡ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമായതുകൊണ്ട് ആണ് ഞാനിവിടെ വന്നിരുന്നത്. ഇനിയുള്ള എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഐശ്വര്യന് എല്ലാവരുടെ അടുത്തും പറയുന്നതായിരിക്കും. അതിന്റെ ഒരു ഭാഗമായിട്ട് വിഷ്ണു ഒപ്പം ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെയാണുള്ളൂ. ഞാൻ ഇത്ര കാലം പല കാര്യങ്ങളും ഇങ്ങനെ വന്ന് വിഴുങ്ങിയിരുന്ന് എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇനി തൊട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും പറയാം, കുറച്ചും കൂടെ കണക്റ്റഡ് ആയിട്ടിരിക്കാം. ഞാൻ അങ്ങനെ ലൈഫിൽ ഭയങ്കര രഹസ്യങ്ങൾ ഇല്ലാത്ത ഒരാളാണ് പൊതുവെ. ഇപ്പോഴെന്നല്ല, എപ്പോഴും എനിക്ക് എന്നെ അമ്മയൊക്കെ വിളിക്കുക ഒരു തുറന്ന പുസ്തകം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറച്ച് സീക്രസി ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും കംഫർട്ടബിൾ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയി സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ ഒരു ഭാരം ഇറക്കി വെച്ച പോലെ മറ്റേ ഇന്നസെന്റ് മറ്റേ കുന്നിന്റെ മുകളിലൊക്കെ പോയി വിളിച്ചു പറയില്ലേ, ആ ഒരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. യെസ്, ഐ ഡിഡ് ഇറ്റ്. അപ്പൊ എന്തായാലും ഇനി അടുത്ത വീഡിയോ തൊട്ടിട്ട് നമ്മൾ കൂടുതൽ പൊളിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. ഞാൻ തളർന്ന് ഇങ്ങനെ വേറെ ഒരു വീഡിയോ ഞാൻ അത്ര തുള്ളിക്കളിക്കുന്ന കണ്ടിട്ടുണ്ടായിരിക്കില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും തമ്മേ. പറഞ്ഞോളൂ. അപ്പം യാത്ര ഉള്ള കാര്യങ്ങളൊക്കെ അപ്പം എല്ലാം നന്നായിരിക്കട്ടെ, നന്നായി പോട്ടെ. അതാണ്. അപ്പം നന്നായിരിക്കട്ടെ, നന്നായി പോട്ടെ. അപ്പോൾ താങ്ക് യു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സ്നേഹം. തനി മലയാളി. ടാറ്റാ. ഒരു മൂടുക്കടോ കൊണ്ടുകെട്ടോ. ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് പുള്ളിക്കാരി ഓർ പുള്ളിക്കാരനെ ഒന്ന് കാണാൻ വേണ്ടി. നിന്ന് ഛർദിക്കുന്നു. ഇതാണ് ന്യൂ ഇയർ. എന്തോട്ടാ ഓ മുറുക്ക് ചെയ്യോ? Then we have to do it inside it. Oh no, that's all right. അല്ല മാവുണ്ട്. ഈ ഒരു കഴിഞ്ഞ 3 മാസം ഒരു പുതിയ സെറ്റ് ഓഫ് എക്സ്പീരിയൻസ് അൺലോക്കിംഗ് ആയിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഒപ്പം കുറേ പുതിയ കാര്യങ്ങൾ പഠിച്ചു, എങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാം. പിന്നെ രസമുണ്ടായിരുന്നു, പക്ഷെ അറ്റ് ദ സെയിം ടൈം കുറച്ച് മെൻ്റലിയും ഫിസിക്കലിയും ഇമോഷണലിയും ഒക്കെ ചാലഞ്ചിങ് ആയിരുന്നു, ടയർഡായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദീപ ചേച്ചിയുടെ അവിടെ ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ നടന്ന ദിവസമായിരുന്നു എനിക്ക് ആദ്യമായിട്ട് വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ദിവസം തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ തവണ ഞാൻ വോമിറ്റ് ചെയ്തതും. പക്ഷെ എല്ലാവരും ഒരുമിച്ചുള്ളൊരു ഡേ ആയത് കാരണം എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റി. പക്ഷെ ദീപ ചേച്ചിയുടെ ഈ ഒരു വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ അധിക സമയം ആ കൗച്ചിൽ ആ മൂലക്കിലായിരുന്നു. അവിടുന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കുക, വോമിറ്റ് ചെയ്യുക, തിരിച്ചവിടെ തന്നെ വന്നിരിക്കുക. ഇതിനൊരു പ്രത്യേക രസം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് കഴിക്കാൻ തോന്നും ചെയ്യും, ഒപ്പം നമ്മൾ വോമിറ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു 3 ആഴ്ച കുറച്ച് കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സ്മെല്ല് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എല്ലാ ഫുഡും അങ്ങനെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ചെറുതായിട്ടൊരു വെജിറ്റേറിയൻ ആയി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചിക്കൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴും കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇപ്പം എനിക്ക് കൂടുതൽ താല്പര്യം കുറച്ച് വെജിറ്റേറിയൻ ഐറ്റംസ് ഒക്കെയാണ്. അപ്പം അങ്ങനത്തെ ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം കേട്ടോ. നമ്മൾ ഈ ഒരു ട്രിപ്പ് പോയപ്പോൾ ഞാൻ കുറേ ഇഡ്ഡലി ഉണ്ടാക്കി കൊണ്ടുപോയതും ഒപ്പം കുറച്ച് മാവ് കൊണ്ടുപോയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എനിക്ക് വേറൊരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ആകെ ചോറും മോരും ഇഡ്ഡലിയും മാത്രമാണ് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നത്.
അപ്പം ഞാൻ കുറച്ചധികം ഇഡ്ഡലി ചട്നി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അല്ല മാവുണ്ട്. പിന്നെ ചെറിയൊരു ഉണ്ടായിരുന്നത് എനിക്ക് മുട്ട കഴിക്കാൻ തുടങ്ങാൻ വേണ്ടി പറ്റിയ ഒരു ട്രിപ്പിൽ എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ചിക്കൻ കാണുക എന്നുള്ളതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. എന്നോട് ദീപ ചേച്ചി പറയുമായിരുന്നു, ഈ ഒരു ചിക്കൻ എവേർഷൻ നമുക്ക് പ്രഗ്നൻസി ഫേസിൽ കുറേ പേർക്ക് വരുന്നൊരു കാര്യമാണ്. വൺസ് ഡെലിവറി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് നമുക്ക് പഴയ പോലെ ചിക്കൻ കഴിച്ചു തുടങ്ങാൻ പറ്റുമെന്ന്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എനിക്കൊരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ ബുദ്ധിമുട്ടുകൾ അത്യാവശ്യം കുറേയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ചിക്കൻ മാത്രം അത്ര കഴിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. നമ്മൾ NL ഫാമിലിയിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഒരു ട്രിപ്പ് പോയതും നമ്മളവിടെ ബിരിയാണി ഉണ്ടാക്കിയതൊക്കെ നമ്മൾ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ബിരിയാണി ഒന്ന് തൊട്ട് നോക്കാൻ പോലും എനിക്ക് പറ്റിയിരുന്നില്ല കേട്ടോ. എനിക്ക് മസാലയുടെ സ്മെല്ല്, ഉള്ളി ഇങ്ങനെ എണ്ണയിൽ വഴറ്റുന്ന സ്മെല്ല്, ഇതൊക്കെയായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ ഫിസിക്കലി കുറച്ച് ടയർഡായിരുന്നു കേട്ടോ. മുന്നേക്ക് ഇവരുടെ പോടി കളിക്കുക എന്നുള്ളതൊരു വിഷയമായിരുന്നില്ല. പക്ഷെ ചെറുതായിട്ട് നമുക്ക് ഇത്രയും വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം കുറച്ച് ടയർഡായിരുന്നു. കൊടും തണുപ്പത്ത് ന്യൂ ഇയർ ഈവിൽ നിന്ന് ഛർദ്ദിക്കുന്നു. ഇതാണ് ന്യൂ ഇയർ. അതിനായിട്ട് അയച്ചു കറക്റ്റ് സ്പോട്ടൊക്കെ സെലക്ട് ചെയ്തെടുത്താ. ടിഷ്യൂ അഞ്ചിനായിട്ടുണ്ട്. ആ മൊത്തം ടിഷ്യൂ കളഞ്ഞോ? ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട്. എന്തായാലും അതൊക്കെ അടുത്ത വ്ളോഗിൽ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.